ഇന്ത്യൻ ക്രിക്കറ്റ് കുപ്പായത്തിൽ കളിച്ചിരുന്ന ഒരു ഇടംകയ്യൻ, ഒരുപക്ഷെ ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റൻ എന്നുവരെ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടി. ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിംഗിലും ഒരേപോലെ തിളങ്ങിയ പ്രതിഭ. ഇന്ത്യയുടെ മധ്യനിരയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു അയാൾ. ആരവങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെ അയാൾ തന്റെ ക്രിക്കറ്റ് കരിയറിനോട് വിട പറയുകയും ചെയ്തു. മഹേന്ദ്ര സിംഗ് ധോണിയെ അത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത അയാൾക്ക് ചിന്നത്തല എന്നുള്ള വിശേഷണവും ലഭിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് റെയ്ന, സുരേഷ് റെയ്ന. സ്വന്തം നേട്ടങ്ങളെക്കാൾ ടീമിന്റെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുന്ന മനസ്സായിരുന്നു റെയ്നയുടേത്. ഒരു ക്രിക്കറ്റർ എന്നതിലുപരി ഒരു നല്ല മനസ്സിനുടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ക്രൂഷ്യൽ നോക്കുകളായിരുന്നു ഞങ്ങൾക്ക് വേൾഡ് കപ്പ് നേടിത്തന്നത്. 2011 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിരുന്ന കാരിക്കേസ്റ്റർ പറഞ്ഞ വാക്കുകളാണിത്. 2005 തുടങ്ങിയ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കരിയർ 2018 അദ്ദേഹം അവസാനിപ്പിച്ചു. 2005 ജൂലൈ 30 ശ്രീലങ്കയ്ക്കെതിരെയാണ് ആദ്യമായി അദ്ദേഹം ODI ക്രിക്കറ്റിൽ അരങ്ങേറുന്നത്. 13 വർഷങ്ങൾക്ക് ശേഷം 2018 ജൂലൈ 17 ഇംഗ്ലണ്ടുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ODI മത്സരം. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറിയെങ്കിലും ടെസ്റ്റിലേക്ക് 5 വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് അരങ്ങേറ്റം കുറിക്കുവാൻ. അങ്ങനെ 26 ജൂലൈ 2018 ശ്രീലങ്കയ്ക്കെതിരെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ടെസ്റ്റ് അരങ്ങേറ്റവും. 5 വർഷത്തിന് ശേഷം 2015 ജനുവരി 10 അദ്ദേഹത്തിന്റെ അവസാന ടെസ്റ്റ് മത്സരം, അതും ഓസ്ട്രേലിയക്കെതിരെ. 2006 ഡിസംബർ 1 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ T20 അരങ്ങേറ്റവും കുറിച്ചു. 2018 ഇംഗ്ലണ്ടിനെതിരെ ജൂലൈ 8 തന്റെ അവസാന T20 മത്സരവും റെയ്ന അവസാനിപ്പിച്ചു. ഏതൊരു ക്യാപ്റ്റനും തന്റെ ടീമിൽ ഇങ്ങനെ ഒരു പ്ലെയർ ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ ക്യാപ്റ്റൻ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു ഇടംകയ്യൻ ബാറ്റ്സ്മാൻ. ക്യാപ്റ്റന് വിശ്വസിച്ച് പന്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു എക്കണോമിക്കൽ ബോളർ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഫീൽഡിംഗ് മികവിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് ഫീൽഡിംഗ് പൊസിഷനിലും ഒരു ഐഡിയൽ ചോയ്സ് ആണ് സുരേഷ് റെയ്ന എന്നുള്ളത്. തുടക്കത്തിൽ സ്ലിപ്പിൽ പന്തിന് നേരെ പറക്കുന്ന റെയ്നയെ കാണാം. ഒടുക്കം ബൗണ്ടറി ലൈനിൽ പന്തിന് നേരെ കുതിക്കുന്ന റെയ്നയും നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ കാണും അദ്ദേഹത്തിന്റെ പേര്. എടുത്തു പറയാൻ റെക്കോർഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ പോലും മറ്റൊരു ഇന്ത്യൻ പ്ലെയർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും ആദ്യം സെഞ്ചുറി തികച്ച ആദ്യ ഇന്ത്യക്കാരനാണ് സുരേഷ് റെയ്ന. കളിക്കളത്തിന് അകത്തും പുറത്തും സുരേഷ് റെയ്നയും ധോണിയുമായുള്ള ആത്മബന്ധം നിരന്തരം ചർച്ചയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിഴലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം താൻ ആരാധനാ പുരുഷനായി കരുതിയിരുന്ന മഹേന്ദ്ര സിംഗ് ധോണിയോടൊപ്പം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനവും റെയ്ന നടത്തിയത്. കളിക്കളത്തിന് അകത്തും പുറത്തും സൗഹൃദം കൂടുതലായി പുലർത്തിയിരുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് റെയ്ന. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വെറുക്കുന്നവരുടെ എണ്ണവും വളരെ ചുരുക്കമായിരിക്കും. മധ്യനിരയിൽ റെയ്ന ഉള്ളപ്പോൾ കളി കാണാനിരിക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ്, ഒരു ആത്മധൈര്യമാണ്, ഒരു ആത്മവിശ്വാസമാണ് അയാൾ. അത് ഒരു പരിധിവരെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. ഇടം കൈകൊണ്ടുള്ള ബാറ്റിംഗ് സൗന്ദര്യം നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട്. മൈതാനത്ത് ഒരു ക്യാച്ച് ഇന്ത്യൻ പ്ലെയർ ആരെങ്കിലും നഷ്ടമാക്കി കളഞ്ഞാൽ അത് സുരേഷ് റെയ്നയുടെ കൈകളായിരുന്നെങ്കിൽ ഭദ്രമായിരുന്നെന്ന് പറയുന്ന ഒരു കാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പരിക്കുകളും നിർഭാഗ്യങ്ങളുമായിരിക്കാം അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ പലപ്പോഴും സ്ഥിരത പുലർത്താൻ കഴിയാതെ വന്ന സാഹചര്യങ്ങൾ. സുരേഷ് റെയ്ന നിങ്ങളൊരു അത്ഭുതം തന്നെയായിരുന്നു. ഇനി വരുന്ന ക്രിക്കറ്റ് കാണുന്ന പുതുതലമുറ താങ്കളെ എങ്ങനെ നോക്കിക്കാണും എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾ ക്രിക്കറ്റിലെ കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയായിരുന്നു. അത് ഇന്നും എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും.